ഇതുമൊരു ജിഹാദാണ്. സ്നേഹം നടിച്ച് ഉള്ളതെല്ലാം സ്വന്തമാക്കി ഒടുവിൽ അനാഥയാക്കി മാറ്റുന്ന ഒരുതരം വൃത്തികെട്ട ജിഹാദ്. അതെ, കഴിഞ്ഞ ദിവസം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് അത്തരമൊരു ശ്രീലങ്കൻ സ്വദേശി പെൺകുട്ടിയുടെ കണ്ണുനീർ വീണ് നനഞ്ഞ മണ്ണാണ് സാക്ഷ്യം വഹിച്ചത്. സ്വന്തം രാജ്യം വിട്ട് കടൽ കടന്ന് പ്രാണനെ പോലെ സ്നേഹിച്ചവനെ വിശ്വസിച്ച് കേരളത്തിൻ്റെ മണ്ണിലെത്തിയ ഒരു പെൺകുട്ടിയുടെ തകർന്നടിഞ്ഞ സ്വപ്നങ്ങളുടെ നിലവിളിയായിരുന്നു കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കഴിഞ്ഞ ദിവസം കേട്ടത്. ശ്രീലങ്കയിൽ നിന്നും കണിയാപുരത്തേക്ക് നീണ്ട ഒരു ചതിയുടെ ജിഹാദിൻ്റെ കഥ. ഉയർന്ന വിദ്യാഭ്യാസവും നല്ല ജോലിയുമുള്ള ആ ശ്രീലങ്കൻ പെൺകുട്ടി ഗൾഫിൽ വച്ചാണ് കണിയാപുരം സ്വദേശിയായ യുവാവിനെ പരിചയപ്പെടുന്നത്. ഒരു വൻകിട സ്ഥാപനത്തിൽ ഒന്നിച്ച് ജോലി ചെയ്തു. പരിചയം പ്രണയമായി. ഒടുവിൽ 8 മാസത്തോളം നീണ്ട ഒരുമിച്ചുള്ള ജീവിതം. എന്നാൽ അവൾ ഗർഭിണിയായതോടെ സ്നേഹത്തിൻ്റെ മുഖംമൂടി ഓരോന്നായി അഴിഞ്ഞു വീഴാൻ തുടങ്ങി. അവൻ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടി നാട്ടിലേക്ക് മുങ്ങി. പക്ഷെ അവൾ തോറ്റുകൊടുക്കാൻ ആ ശ്രീലങ്കൻ പെൺകുട്ടി തയ്യാറല്ലായിരുന്നു. പ്രണയിച്ചവനെ തേടി അവൾ അവന് വിശ്വസിച്ച് വിമാനം കയറി തലസ്ഥാനത്തെത്തി. കണിയാപുരത്ത് അവൾക്ക് ലഭിച്ചത് അവനിൽ നിന്നും ആശ്വാസ വാക്കുകളായിരുന്നു. തലസ്ഥാനത്തെ ഒരു പ്രശസ്ത ആശുപത്രിയിൽ വെച്ച് അവളുടെ സമ്മതത്തോട് തന്നെ ഗർഭം അലസിപ്പിച്ചു. പിന്നാലെ വരാം എന്ന ഉറപ്പിൽ അവനെ വിശ്വസിച്ച് അവൾ മടങ്ങി. പക്ഷേ അവൻ പഴയ തൊഴിൽ തേടി എത്തിയില്ല. ചതിക്കപ്പെട്ട് വീണ്ടും എന്ന് തിരിച്ചറിഞ്ഞ് അവൾ കടൽ കടന്ന് വീണ്ടും തിരികെ എത്തി. അപ്പോഴാണ് അവൾ ആ ക്രൂരമായ സത്യം തിരിച്ചറിഞ്ഞത്. താൻ ജീവന് തുല്യം സ്നേഹിച്ചവൻ, തൻ്റെ സർവസ്വം കവർന്നെടുത്തവൻ, അവൻ ഇവിടെ കണിയാപുരത്ത് ഭാര്യയും 3 മക്കളുമുണ്ട്. തകർന്നുപോയി ആ ശ്രീലങ്കൻ പെൺകുട്ടിയുടെ മനസ്സ്. പിന്നീട് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ സാക്ഷ്യം വഹിച്ചത് ഹൃദയം പിളരുന്ന കാഴ്ചകൾക്കാണ്. വനിതാ ഹോമിലേക്ക് മാറ്റാനായി പോലീസ് വാനിലേക്ക് അവളെ കയറ്റുമ്പോൾ അവൾ നിലവിളിക്കുകയായിരുന്നു. 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി അവൾ ദൈവത്തെ വിളിച്ച് കരയുകയായിരുന്നു. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണേ, എൻ്റെ പ്രിയതമനെ ഒന്ന് തിരിച്ചു തരണേ എന്ന്. അപ്പോഴും അവൾക്ക് അവന് വിശ്വാസമായിരുന്നു. കാരണം അതാണ് അവൻ്റെ ജിഹാദ്. അവനേക്കാൾ 1000 മടങ്ങ് അഴകുള്ളവൾ, മികച്ച വ്യക്തിത്വമുള്ളവൾ, ഉയർന്ന ശമ്പളക്കാരി. എന്നിട്ടും അവളെ വെറുമൊരു ചവിട്ട് നാടകം പോലെ വഞ്ചിച്ചവൻ തെരുവിലേക്ക് തള്ളുകയായിരുന്നു. അവിടെ അവന് താങ്ങായി ഭാര്യയും പിതാവും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. പക്ഷേ ആ അന്യനാട്ടുകാരി, ആ ശ്രീലങ്കക്കാരിക്കൊപ്പം നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവൾ പെട്ടെന്ന് അനാഥയായിപ്പോയി. അവസാനം അവൾ പോലീസ് വാനിൽ കയറിയപ്പോൾ സ്നേഹിച്ച അവനെയും പോലീസുകാർ കൂടെ കയറ്റി. ഇതോടെയാണ് അവൾ ശാന്തയായി ഒന്ന് മയങ്ങിയത്. പക്ഷേ അവളുടെ യാത്ര ഏതോ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിലേക്കായിരുന്നു. സമനില തെറ്റിയ അവൾ ഇന്ന് എന്ത് ചെയ്യുകയാകാം? എന്തായാലും പ്രണയത്തിൻ്റെ പേരിൽ ഇത്ര ക്രൂരമായി വഞ്ചിക്കപ്പെടാൻ അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? തൻ്റെ നാടിൻ്റെ അതിർത്തി കടന്ന് കടൽ കടന്ന് മറ്റൊരുത്തിനെ സ്നേഹിക്കുമ്പോൾ പോലും അവൾ ഓർത്തില്ല അവൻ സ്വന്തം ലാഭത്തിനായി തൻ്റെ ജീവിതം പിച്ചി ചീന്തുമെന്ന്. ഒന്നോർക്കുക, ഈ ജിഹാദിന്, ആ പെൺകുട്ടിയുടെ കണ്ണുനീരിന് കാലം മറുപടി നൽകുക തന്നെ ചെയ്യും. ആ നിലവിളി ഇന്നും കഴക്കൂട്ടത്ത് അലയടിക്കുകയാണ്. ഇത് ക്രൂരതയാണ്. ജിഹാദ് മാത്രമല്ല, വൃത്തികെട്ട ക്രൂരത. ഇത്തരം ജിഹാദുകൾ നമ്മുടെ നാട്ടിൽ നടക്കില്ലെന്ന് നാം ഉറപ്പാക്കണം. ഇത്തരം ജിഹാദികളെ നാം കണ്ടെത്തണം. നമുക്ക് ചുറ്റുമുള്ള ഇത്തരം ജിഹാദുകളെ നാം തന്നെ അവസാനിപ്പിക്കണം. ഇത്തരം വൃത്തികെട്ട സംസ്കാരങ്ങൾക്ക് നാം തന്നെ അവസാനമിടണം.